ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പീസും ലൈനിങ് പീസും നമ്മൾ കഴുത്ത് വരച്ച ക്യാൻവാസും ഇതുപോലെ ഒരുമിച്ച് വെച്ച് ക്യാൻവാസ് കൂടെ നമ്മൾ വരച്ചെടുത്ത വരയുമ്പോൾ കൂടെ അടിച്ചെടുക്കുകയാണ്. പേപ്പർ ക്യാൻവാസാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ നടുവ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ കട്ടിട്ട് കൊടുത്തുകൊണ്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. പേപ്പർ ക്യാൻവാസിലും അതിലും കനം കുറഞ്ഞുണ്ട്. അങ്ങനെ കനം കുറഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കാനും നല്ല സുഖമാണ്. പിന്നെ തിരിച്ചിടുമ്പോഴൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും. ഇനി ഒരു പതിച്ചടിയും കൂടെ കൊടുത്ത് നല്ല പീസും ലൈനിങ് പീസും കൂടി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ സ്റ്റിച്ച് വലുതാക്കിയതിന് ശേഷമാണ് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നത്. റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് 3.25 വിഡ്ത്തും 6 ലെങ്ത്തുമാണ്. ഈ വശം അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ തുണി അവിടെ ഇവിടെ മടങ്ങി കിടക്കൊന്നുമില്ല. നമുക്കതിൻ്റെ ബാലൻസിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതാ ബാക്ക് പീസും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ കൂട്ടണം. നല്ല പീസും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ച് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറിയാണ് നമ്മൾ വെക്കുന്നത്. അടുപ്പിച്ച് വെച്ചാൽ അവിടെ കട്ടി കൂടും. ഒരു പോയിൻ്റ് മാറി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്ത് അതിൻ്റെ സൈഡ് അറ്റം വശം ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലുള്ള നമുക്ക് തിരിച്ചിടുമ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടുക. രണ്ടാമത്തെ വശം ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. ഷോൾഡർ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് സ്ലോപ്പ് കൊടുത്തടിച്ചാൽ മതി. നമുക്ക് തിരിച്ചിടണം. ഇതങ്ങനെയാണ് കഴുത്ത് കിട്ടിയിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പതിച്ചടിയും കൂടെ കൊടുക്കണം. ഷോൾഡറിൽ നമ്മൾ തുടങ്ങുന്നത് പതിച്ചടി. ഷോൾഡറിൽ തുടങ്ങി ബാക്ക് കഴുത്തും കൂടി കഴിഞ്ഞ് അടുത്ത ഷോൾഡറും കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല പീസും ലൈനിങ് പീസും തമ്മിൽ യോജിപ്പിക്കുന്നത്. ലൈനിങ് ആയിട്ട് നമ്മൾ നല്ല പീസ് യോജിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും വലിയ സ്റ്റിച്ചിൽ വേണം ചെയ്യാൻ. നമുക്ക് തുണി തമ്മിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ അഴിച്ചുകൊണ്ട് ക്ലിയർ ആക്കാനൊക്കെ വലിയ സ്റ്റിച്ചാണ് നല്ലത്. അപ്പോൾ ബാക്ക് വശത്തിൻ്റെ അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ കൂട്ടി വയ്ക്കുമ്പോൾ തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ്ങാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാകുമ്പോൾ തന്നെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ട് അടിക്കാൻ പറ്റും. നമുക്കതിന് ബാലൻസുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിക്ക് 4 മടക്കി വയ്ക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ അളവിനുള്ള ചുരിദാർ വെച്ചിട്ട് ഷോൾഡറും ആം ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഷോൾഡർ കൂടുതലുണ്ട്. അതും ആം ഹോളും കൂടി ക്ലിയർ ആക്കി വെട്ടിയെടുക്കണം. നമ്മൾ ആദ്യം തന്നെ എപ്പോഴും കറക്റ്റ് അളവിലല്ല വെട്ടിയെടുക്കൽ. ഇതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആക്കി എടുക്കലാണ്. നമുക്ക് കൈ വെക്കണം. ചുരിദാർ ഇതുപോലെ ആണ് നമ്മൾ വെക്കുന്നത്. ഇനി കുഴിച്ച് വെട്ടിയ വശം മുന്നിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൈ അടിച്ചു കൊടുക്കുകയാണ്. നോച്ചിട്ട ഭാഗം ഷോൾഡറിൻ്റെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ പതിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് അടിച്ചു തുടങ്ങുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലോക്ക് ഇട്ടെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ കൈ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്.
ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്കും കൂടി ചെയ്തെടുത്തിട്ട് വരാം. ഇതൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അളവൊന്നും കൂടി വെച്ച് നോക്കിയിട്ട് ഷേപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓപ്പണിൻ്റെ അവിടെ വരെ നമ്മൾ ഒറ്റ സ്റ്റിച്ചൊന്ന് ആദ്യം അടിച്ചു കൊടുക്കണം. നമ്മൾ ഒരുപാട് ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ രണ്ടാമത്തതും നമ്മളതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഓപ്പണിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഈ ബാലൻസ് ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് തുമ്പ് ഉണ്ടെങ്കിൽ ക്ലിയറായി കിട്ടില്ല, അവിടെ പിരിഞ്ഞിരിക്കും. അപ്പോൾ അത്യാവശ്യത്തിന് ഉള്ള തുമ്പിട്ടിട്ട് ബാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഷേപ്പൊക്കെ ക്ലിയറാക്കി രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നമ്മളതിൻ്റെ ഓപ്പണാണ് അടിച്ചെടുക്കുന്നത്. എല്ലാവർക്കും ഓപ്പൺ അടിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നല്ല കൃത്യമായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണില്ല. ഇതുപോലെ എല്ലാം കഴിഞ്ഞ് നമ്മളിതുപോലെ സ്കെയിൽ വെച്ച് വരച്ച് ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. നല്ല സ്ട്രൈറ്റായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് അടിക്കാൻ നല്ല സുഖം ഉണ്ടാവും. തുണി സ്ട്രൈറ്റ് അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കും. നമ്മൾ ഒന്നും കൂടി അത് വെച്ച് നോക്കി ക്ലിയർ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ അവിടെ നിന്നാണ് അടിച്ച് തുടങ്ങേണ്ടത്. അടിയിൽ നിന്ന് അടിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ അവിടെ കൈ വെച്ച് അവിടെ 2 മടക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ 2 മടക്ക് കൊടുത്തതിന് ശേഷം അവിടെ പിടിച്ച് അടിയിലും അതേപോലെ മടക്കി ആ കൈ വിടാതെ ഇതുപോലെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിരിഞ്ഞൊന്നും വരില്ല, നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ക്ലിയറായി കിട്ടും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തി ഇങ്ങോട്ട് തിരിച്ച് വെച്ച് സൂചി താത്തി വെച്ചതിന് ശേഷം ഇതുപോലെ 2 മടക്ക് കൊടുത്തിട്ട് 1/4 ഇഞ്ച് മുകളിലേക്കാക്കി അടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ താഴേക്ക് സ്ട്രൈറ്റായിട്ട് അടിച്ച് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ മടക്കി വയ്ക്കുന്ന ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടി വരെ പിരിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ തന്നെ ആദ്യം തന്നെ ക്ലിയർ ആക്കി എടുക്കണം. ഇത് നമ്മൾ ഓപ്പൺ അടിച്ചെടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും കൂടി അടിച്ചെടുത്തിട്ട് ലോക്ക് ചെയ്ത് വരാം. അപ്പോൾ ഇതാ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടിവശമാണ് മടക്കി അടിക്കേണ്ടത്. അടിവശം വലിക്കാണ്ട് തിരിച്ച് മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അഴ അടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇപ്പുറത്തുള്ള ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്. ഓപ്പണിൻ്റെ അവിടെ നമ്മൾ തല്ലത്ത് കൂടെ റെഡിയും കൂടി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചെടുക്കണം. അവിടെ അടിവശം കല്ലാണ്, അപ്പം മെല്ലെ മെല്ലെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. നമ്മൾ അടുത്ത സൈഡും കൂടി ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചുരിദാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് അടിച്ച് നോക്കണം. ഇത് ഇങ്ങനെ അടിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ അയണം ചെയ്യണില്ല, അതുപോലെ നല്ല കൃത്യത്തിൽ മടക്കി വെക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം.